ാക്കുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു ആക്രമണം, ഒരു സൈനിക നടപടി ആസന്നമാണ് എന്ന് തന്നെ കരുതേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടോ? നമുക്കറിയാം, അധിക സമയമൊന്നും ആയിട്ടില്ല ഇറാനിൽ അമേരിക്ക ഒരു ആക്രമണം നടത്തിയിട്ട്. അവരുടെ ആണവ നിലയം ലക്ഷ്യമിട്ട് നടന്ന ആക്രമണമാണ്. അതൊരു സന്ദേശമായിരുന്നു. അതിന് പിന്നാലെ വലിയ ഗ്യാപ്പ് ഒന്നുമില്ലാണ്ട് വീണ്ടും ആ രീതിയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു യുദ്ധ സന്നാഹം ഒരുങ്ങിയിരിക്കുന്നു. നേരത്തെ ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ അമേരിക്ക ഇതിനോട് തന്നെ സമാനമായ നിലയിൽ യുദ്ധം വരുന്നു എന്ന തരത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിരുന്നു. ട്രംപ് നിരവധി തവണ വോൺ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? രേണുക, കേവലം 7 മാസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ അമേരിക്ക ഇറാൻ്റെ മേൽ ആക്രമണം നടത്തിയിട്ട്. 3 ആണവ നിലയങ്ങൾ, ഇസ്ഫഹാനിലെയും ഫർദോയിലെയും നഥാൻസിലെയും ഒക്കെ ഇറാൻ്റെ ആണവ നിലയങ്ങൾ അമേരിക്ക ബോംബ് ചെയ്തത് ജൂൺ 2025. അപ്പോൾ അതിനുള്ളിൽ തന്നെ മറ്റൊരു ആക്രമണത്തിന്, അതൊരു സ്വാഭാവിക ആക്രമണം മാത്രമാണ്. ഇസ്രയേലുമായുള്ള യുദ്ധത്തിൻ്റെ അവസാന ഘട്ടം എന്ന നിലയിൽ ദ ഗ്രാൻഡ് ഫിനാലെ അമേരിക്ക കുട്ടിക്കലാശം നടത്തി. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, വലിയൊരു ബിൽഡപ്പാണ്. ഒരു വശത്ത് തകൃതിയായ സമാധാന നീക്കങ്ങൾ, അത് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലും അതുപോലെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിലും നടക്കുന്നു. അതേപോലെ സമാന്തരമായിട്ട് തന്നെ ഇരുഭാഗങ്ങളും സമാന്തരമായ ചർച്ചകൾക്ക് പാരലായി തന്നെ മറ്റൊരു ട്രാക്കിലൂടെ യുദ്ധ ഒരുക്കങ്ങൾ, അത് ഇറാനും അമേരിക്കയും ഒട്ടും മോശമാക്കുന്നില്ല എന്നതാണ്. നോക്കൂ, അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അമേരിക്കയുടെ 2 വലിയ ബാറ്റിൽ ഷിപ്സാണ്. ഒന്ന് USS എബ്രഹാം ലിങ്കൺ, ഏതാണ്ട് 75 മുതൽ 90 വരെ വിമാനങ്ങൾ വഹിക്കാൻ കപ്പാസിറ്റിയുള്ള എബ്രഹാം ലിങ്കൺ, USS എബ്രഹാം ലിങ്കൺ ഇറാൻ തീരത്ത് നിന്ന് ഏതാണ്ട് 700ഓളം കിലോമീറ്റർ തെക്ക് ഒമാൻ കടലിൽ, അല്ലെങ്കിൽ ഒമാൻ്റെ തീരത്തോട് അടുത്ത് നിലകൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ ഡിസ്ട്രോയർ ഷിപ്സ്, 7ഓളം ഡിസ്ട്രോയർ ഷിപ്സ് ചുറ്റുപാടുമുണ്ട്. മൊത്തം 13 കപ്പലുകളാണ് ആ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ അമേരിക്കയുടേതായി ഉള്ളത്. അത് നാവിക ഒരു വിന്യാസമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കരീബിയൻ കടലിൽ നിന്നും അറ്റ്ലാന്റിക് കടന്നുകൊണ്ട് മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് നീങ്ങുന്ന വൻപൻ കപ്പൽ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പൽ അമേരിക്കയുടെ USS ജെറാൾഡ് ഫോർഡ്, അത് ഏതാണ്ട് സമാനമായ നമ്പർ എയർക്രാഫ്റ്റ്, 70-80 എയർക്രാഫ്റ്റ് വഹിക്കാൻ കഴിയുന്ന വൻ പ്രഹരശേഷിയുള്ള കപ്പലാണ്. അതുകൊണ്ട് ഓപ്ഷൻസ് ആർ മെനി ഫോർ അമേരിക്ക. അതായത് കരയിൽ നിന്നുകൊണ്ട് യുദ്ധം നയിക്കാൻ കഴിയുന്നില്ല, ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ അതിനുള്ള അനുവാദം കൊടുക്കുന്നില്ല എങ്കിൽ കടലിൽ നിന്നുകൊണ്ട് തന്നെ പ്രധാനമായ ഒബ്ജക്റ്റുകളെല്ലാം തന്നെ തകർക്കാനുള്ള ഒരു ബിൽഡപ്പാണ്. ഇതൊരു കേവലം ബിൽഡപ്പ് മാത്രമാണ്. ആക്രമിക്കും എന്നതിൻ്റെ നേരിട്ടുള്ള ഒരു സൂചനയും അമേരിക്കൻ നേതൃത്വം ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ ഇറാനും അതേ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറാണ്. അത് മാത്രമല്ല, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അടയ്ക്കുക വഴി ലോകത്തിൻ്റെ എണ്ണ വിതരണം തന്നെ ചോക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഉദാഹരണ സഹിതം 2 ദിവസം മുമ്പ് അതൊരു എക്സസൈസിലൂടെ അത് അടയ്ക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത് മാത്രമല്ല, ജോയിൻറ്റ് നേവൽ എക്സസൈസ്, റഷ്യൻസ് ആൻഡ് ഇറാനിയൻസ് ഒത്തുചേർന്ന് ഒമാൻ കടലിടുകിൽ ജോയിൻറ്റ് നേവൽ എക്സസൈസ് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ പ്ലെയേഴ്സിനെ, ചൈനയോ റഷ്യ പോലെയുള്ള കൂടുതൽ ആക്ടേഴ്സിനെ, പ്ലെയേഴ്സിനെ രംഗത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ഇറാനെ കാണുന്നു. അപ്പോൾ 2 വശത്തും ഇത് ചെയ്യുമ്പോൾ, അത് മാത്രമല്ല, ഇറാൻ്റെ ആവശ്യം ഒന്നേ ഉള്ളൂ. അതായത് ഇറാന് നേരെയുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കുക, അത് മയപ്പെടുത്തുക. പക്ഷേ അമേരിക്കയ്ക്ക് പ്രഖ്യാപിതമായ ഒരു ഒബ്ജക്റ്റീവും അപ്രഖ്യാപിതമായ 2 ഒബ്ജക്റ്റീവുമുണ്ട്. ആ ഒബ്ജക്റ്റീവിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വരികയാണ്. അതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അമേരിക്ക സന്ദർശനത്തിന് ശേഷം കുറച്ചുകൂടി കടുപ്പിക്കുന്ന അമേരിക്കയെ കാണുന്നത്. അതുകൊണ്ട് റെജീം ചേഞ്ച്, ആത്യന്തികമായി അയത്തുള്ള അലി ഖൊമൈനി നയിക്കുന്ന ഭരണകൂടം മാറിയേ പറ്റൂ. എങ്കിൽ മാത്രമേ ഇറാനിലൊരു പുതിയ യുഗം പിറവി വരൂ. എങ്കിൽ മാത്രമേ ഇറാനുമായി ഡീൽ ചെയ്യാനാവൂ എന്നൊരു അമേരിക്കൻ ഒരു കാഴ്ചപ്പാട് കൂടുതൽ പ്രബലമായി വരുന്നു. അതേപോലെ തന്നെ ഇറാൻ്റെ മിസൈൽ ശേഖരം, ഒരു റെജീം ചേഞ്ച് വന്നാൽ സ്വാഭാവികമായി മിസൈൽ ശേഖരം കുറച്ച് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് മിസൈൽ ശേഖരം കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രഹരശേഷി കുറയ്ക്കുക, റെജീം ചേഞ്ച് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ 0 ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്, യുറേനിയം എൻറിച്ച്മെൻറ്റ് 3.6% ഈ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി മുൻ കരാറിൽ 2015 കരാറനുസരിച്ച്, ഒബാമയുടെ കാലഘട്ടത്തിലെ കരാറനുസരിച്ച് ആ ഒരു ലെവലിൽ സമ്പുഷ്ടീകരണം അനുവദനീയമാണ്. പക്ഷേ അതിനേക്കാൾ വളരെ മുന്നോട്ട് പോയി ഇറാൻ 60%, അത് വെപ്പൺ ഗ്രേഡിന് തൊട്ട് താഴെയാണ്, 60% യുറേനിയം U-235 സമ്പുഷ്ടീകരിക്കുമ്പോൾ അത് ത്രഷ് ഹോൾഡ് പവറായി മാറുന്നു. അതുകൊണ്ട് ഇറാൻ 90% അതിനും മുകളിലേക്ക് സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞാൽ ആണവായുധം വെപ്പൺ ഗ്രേഡ് ആയി കഴിഞ്ഞു.
പിന്നീട് ഒരു യുദ്ധം കൊണ്ട് ആക്രമിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് നൗ ഓർ നെവർ എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രണ്ട് വശത്തെയും പ്രിഫറൻസസ് അതുപോലെ നിൽക്കുന്നു. നെഗോസിയേഷൻ ഫ്രെയിംവർക്കായി എന്ന് പറയുന്നു, ഒബ്ജക്റ്റീവ്സും ഫ്രെയിംവർക്കുമായി എന്ന് പറയുന്നു. പക്ഷേ ആ ഫ്രെയിംവർക്കിൽ ഒരു എഗ്രിമെൻറ്റും ആയതായി ഇതുവരെ സൂചനയില്ല 2 റൗണ്ട് കഴിഞ്ഞതിന് ശേഷവും. ശരി, ശ്രീ ജോസഫ് ആന്റണി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.